ഹരേ ശ്രീ ഗണപതയേ നമഃ. വിഘ്നമസ്തു. ശ്രീരാമ രാമ രാമ ശ്രീരാമചന്ദ്ര ജയ. ശ്രീരാമ രാമ രാമ ശ്രീരാമഭദ്ര ജയ. ശ്രീരാമ രാമ രാമ സീതാഭിരാമ രാമ. ശ്രീരാമ രാമ രാമ ലോകാഭിരാമ ജയ. ശ്രീരാമ രാമ രാമ രാവണാന്തക രാമ. ശ്രീരാമ മമ ഹൃദി രമതാം രാമ രാമ. ശ്രീരാഘവാത്മാ രാമ ശ്രീരാമ രമാപദേ. ശ്രീരാമ രമണീയ വിഗ്രഹ നമസ്തുതേ. നാരായണായ നമോ നാരായണായ നമോ നാരായണായ നമോ നാരായണായ നമ. ശ്രീരാമനാമം പാടി വന്ന പൈങ്കിളിപ്പെണ്ണേ, ശ്രീരാമചരിതം ചൊല്ലൂ നീ മടിയാതെ. സുഗ്രീവസഖ്യം. ശ്രീരാമലക്ഷ്മണന്മാരെ കഴുത്തിലമ്മാറങ്ങെടുത്ത് നടന്നിതു മാരുതി. സുഗ്രീവ സന്നിധവും കൊണ്ടു ചെന്നിടിനാൻ. വ്യഗ്രങ്ങളകനീ ഭാസ്കര നന്ദന. ഭാഗ്യമഹോ ഭാഗ്യമോർത്തോളം എത്രയും. ഭാസ്കര വംശസമുദ്ഭവന്മാരായ രാമനും ലക്ഷ്മണനാകും അനുജനം കാമദാനാർത്ഥം ഇവിടേക്ക് എഴുന്നള്ളി. സുഗ്രീവനോടി വണ്ണം പറഞ്ഞ അദ്രിസാഗ്രേ മഹാതരഛായാതലേതദാ. വിശ്വനായകന്മാരാം കുമാരന്മാർ പ്രശ്രാവിശ്രാന്തദേദസാ നിന്നരുളേടിനാർ. വാദാത്മജൻ പരമാനന്ദം ഉൾക്കൊണ്ട് നീതിയോട് അർക്കാത്മജനോടു ചൊല്ലിനാൻ. ഭീതികളക നീ മിത്രഗോത്രേ വന്ന് ജാതന്മാരായോരു യോഗേശ്വരന്മാരെ. ശ്രീരാമലക്ഷ്മണന്മാരെന്ന് എഴുന്നള്ളിയത് ആരെയും പേടിക്ക വേണ്ട ഭവാനിനെ. വേഗന ചെന്നു വന്നിച്ച് സഖ്യം ചെയ്തു ഭാഗവതപ്രിയനായി വസിച്ചിടുകാം. പ്രീതനായോരു സുഗ്രീവനും അന്നേരം ആദരപൂർവം ഉദ്ധായ സംഭ്രമം വിഷ്ണുപനാഥനിരുന്നരുളിടുവാൻ. വിഷ്ടരാർത്ഥം നല്ല പല്ലവജാലങ്ങൾ പൊട്ടിച്ചവനിലിട്ടാൻ. അത് നേരം ഇഷ്ടനാം മാരുതി. ലക്ഷ്മണനും ഒടിച്ചിട്ടത് കണ്ട് സൗമിത്രി സുഗ്രീവനും പുഷ്ടമോടാലൊടിച്ചിട്ടരുളേടിനാൻ. തുഷ്ടി പൂണ്ടെല്ലാവരും ഇരുന്നിടിനാർ. നഷ്ടമായി വന്നിതു സന്താപസംഗവും. മിത്രാത്മജനോട് ലക്ഷ്മണൻ ശ്രീരാമ വൃദ്ധാന്തമെല്ലാം അറിയിച്ചത് നേരം. ധീരനാമാദിത്യനന്ദനൻ മോദേന ശ്രീരാമചന്ദ്രനോട് ആശു ചൊല്ലിടിനാൻ. നാരീമണിയായ ജാനകി ദേവിയെ ആരാഞ്ഞറിഞ്ഞു തരുന്നുണ്ട് നിർണയം. ശത്രുവിഷ്ണുവിനാശത്തിനടിയനൊരു മിത്രമായി വേല ചെയ്യാം തവാജ്ഞാവശാൽ. ഏതമിത് നിരൂപിച്ച് ഖേദിക്കരുതാദികളൊക്കെ അകറ്റുവൻ നിർണയം. രാവണൻ തന്നെ സകുലം വധം ചെയ്തു. ദേവിയെയും കൊണ്ട് പോരുന്നതുണ്ട് ഞാൻ. ഞാനൊരവസ്ഥ കണ്ടേനൊരു നാള്, അത് മാനവ വീരാ തെളിഞ്ഞു കേട്ടിടണം. മന്ത്രികൾ 4 പേരും ഞാനുമായി അജലാന്തി വസിക്കുന്ന കാലം ഒരു ദിനം. പുഷ്കരനേത്രയായ ഒരു തരുണിയെ പുഷ്കരമാർഗേണ കൊണ്ടുപോയാൻ ഒരു രക്ഷോവരൻ. അത് നേരം ആ സുന്ദരി രക്ഷിപ്പതിനാരുമില്ല അന്വദീനയായി. രാമരാമേരെ മുറയിടുന്നോൾ തവ ഭാമിനി തന്നെ അവളെന്ന ദേവരോ. ഉത്തമയാം അവൾ ഞങ്ങളെ പർവ്വതേന്ദ്രോത്തമാങ്കെ കണ്ട നേരം പരവശാൽ ഉത്തരീയത്തിൽ പൊതിഞ്ഞ ആഭരണങ്ങൾ അദൃശ്യരോപരി നിക്ഷേപണം ചെയ്താൽ. ഞാനത് കണ്ടിങ്ങെടുത്ത് സൂക്ഷിച്ചു വെച്ച് അത് കാണണമെങ്കിലോ കണ്ടാലും ജാനകി ദേവി തന്നെ ആഭരണങ്ങളോ. മാനവവീര ഭവാൻ അറിയാമല്ലോ എന്ന് പറഞ്ഞതെടുത്തു കൊണ്ടുവന്നു മന്നവൻ തൻ്റെ മുമ്പിൽ വെച്ചിടിനാൻ. അർണോദനത്തിനടുത്ത് നോക്കുന്നേരം കണ്ണുനീർ തന്നെ കുശലം വിചാരിച്ചു. എന്നെ കണക്കെ പിരിഞ്ഞിതോ നിങ്ങളും
തന്നങ്കിയാകിയ വൈദേഹിയോടയ്യോ സീതേ ജനകാത്മജേ മമ വല്ലഭേനാഥേ നളിനതളായതലോചനെ രോദനം ചെയ്തു വിഭൂഷണ സഞ്ചയം ആദിപൂർവം തിരുമാറിലമൊഴുതിയം പ്രാകൃതന്മാരാം പുരുഷന്മാരെ പോലെ ലോകൈകനാഥൻ കരഞ്ഞു തുടങ്ങിനാൻ. ശോകേന മോഹം കലർന്ന് കിടക്കുന്ന രാഘവനോട് പറഞ്ഞതു ലക്ഷ്മണൻ ദുഃഖിയായി കേതുമേ രാവണൻ തന്നെയും മർക്കട ശ്രേഷ്ഠ സഹായേന വൈകാതെ നിഗ്രഹിച്ചമ്പുജനേത്രയാം സീതയെ കൈക്കൊണ്ടുകൊള്ളാം. പ്രസീന പ്രബോഹരെ സുഗ്രീവനോ പറഞ്ഞാനത് കേട്ടുടൻ വ്യഗ്രയായതുമേ രാവണൻ തന്നെയും നിഗ്രഹിച്ചാശു നൽകിയിടുവൻ ദേവിയെ കൈക്കൊള്ളുക ധൈര്യം ദരിദ്രീപദേവി പോം. ലക്ഷ്മണ സുഗ്രീവ വാക്കുകൾ ഇങ്ങനെ തക്ഷണം കേട്ട് ദശരഥപുത്രനും ദുഃഖവും ഒട്ടു ചുരുക്കി മരുവിനാർ. മർക്കട ശ്രേഷ്ഠനാമാരുതിയം നേരം അഗ്നിയെയും ജ്വലിപ്പിച്ച് ശുഭമായ ലഗ്നവും പാർത്തു ചെയ്യിപ്പിച്ചു സഖ്യവും. സുഗ്രീവരാഘവന്മാർ അഗ്നിസാക്ഷിയായി സഖ്യവും ചെയ്ത് പരസ്പരം കാര്യവും സിദ്ധിക്കുമെന്നുറച്ച് ആത്മഖേദം കളഞ്ഞ് ഉത്തുംഗമായ ശൈലഗ്രേ മരുവിനാർ. ബാലിയും താനും പിണക്കമുണ്ടായതിൻ മൂലമെല്ലാം ഉണർത്തിച്ച് അരുളേടിനാൻ. വിരോധ കാരണം. പണ്ടു മായാവി എന്നൊരസുരേശ്വരനുണ്ടായതു മയൻ തന്നോടെ പുത്രനായി യുദ്ധത്തിനാരുമില്ലാഞ്ഞു മതിച്ചു വന്ന് മതിച്ചവൻ ഉദ്ധതനായി നടന്നിടും ദശാന്തരേ. കിഷ്കിന്ധയാമ്പുരി പൊക്കു വിളിച്ചതു മർക്കടാധീശ്വരനാകിയ ബാലിയെ യുദ്ധത്തിനായി വിളിക്കുന്നത് കേട്ടത് ക്രുദ്ധനാം ബാലി പുറപ്പെട്ടു ചെന്നുടൻ മുഷ്ടികൾ കൊണ്ട് താടിച്ചതുകൊണ്ട് അതിദുഷ്ടനാം ദൈത്യനും പേടിച്ചു മണ്ടിനാൻ. വാനര ശ്രേഷ്ഠനും ഓടിയെത്തിയിടിനാൻ. ഞാനും അത് കണ്ടു ചെന്നിത് പിന്നാലെ ദാനവൻ ചെന്നു ഗുഹയിൽ ഉൾപ്പൊക്കിതോ. വാനര ശ്രേഷ്ഠനും എന്നോട് ചൊല്ലിനാൻ ഞാനിതിൽ പൊക്കിവൻ തന്നെ ഒടുക്കുവൻ നൂനം വിലദ്വാരി നിൽക്ക നീ നിർഭയം. ക്ഷീരം വരികിൽ അസുരൻ മരിച്ചിടും ചോര വരികിൽ അടച്ചു പോയി വാഴുക നീ യുദ്ധം പറഞ്ഞ് അതിൽ പൊക്കിതു ബലിയോ. തത്ര വിലദ്വാരി നിന്നടിയനും പോയതു കാലം 1 മാസം ഒന്നിട്ട് ആഗതനായതും നില്ല കപീശ്വരൻ വന്നിതോ ചോര വിലമുഖം തന്നിൽ നിന്നുള്ള എന്നുള്ളിൽ നിന്നു വന്നു പരിതാപവും. അഗ്രജൻ തന്നെ മായാവി മഹാസുരൻ നിഗ്രഹിച്ചാനെന്നുറച്ച് ഞാനും തഥാ ദുഃഖം ഉൾക്കൊണ്ട് കിഷ്കിന്ധ പൊക്കിയിടിനാൻ. മർക്കട വീരരും ദുഃഖിച്ചത് കാലം വാനരാധീശ്വരനായ അഭിഷേകവും വാനരേന്ദ്രന്മാരെനിക്ക് ചെയ്തിടിനാൻ. ചെന്നിതോ കാലം കുറഞ്ഞൊന്നു പിന്നെയും വന്നിതോ ബാലി മഹാബലവാൻ്റെതാം. കല്ലിട്ട് ഞാൻ വിലദ്വാരമടച്ചത് കൊല്ലുവാനെന്നോർത്ത് കോപിച്ച് ബാലിയും കൊല്ലുവാനെന്നോടടുത്ത് ഭയേന ഞാൻ എല്ലായിടവും പാഞ്ഞിരിക്കരുതാഞ്ഞ് എങ്ങും നീളേ നടന്ന് ഉഴന്നീടും ദശാന്തരേ. ബാലി വരികയില്ലത്ര ശാപത്തിനാൽ അർശ്യമൂകാതലേ വന്നിരുന്നിടിനേൻ. വിശ്വാസമോട് ഞാൻ വിശ്വനാഥാവിഭവം മൂടനാം ബാലി പരിഗ്രഹിച്ചിടിനാൻ. ഊടരാഗം മമ വല്ലഭ തന്നെയും നാടും നഗരവും ഭഗ്നിയും നിന്നുടെ വീടും പിരിഞ്ഞ് ദുഃഖിച്ചിരിക്കുന്നു ഞാൻ. ത്വൽപാദ പങ്കേരുക സ്പർശകാരണാൽ ഇപ്പോൾ അതീവ സുഖവും ഉണ്ടായി വന്നു. മിത്രാത്മജോക്തികൾ കേട്ടോരനന്തരം മിത്ര ദുഃഖന സന്തപ്തനാം രാഘവൻ ചിത്തകാരുണ്യം കലർന്നു ചെന്നാൻ. തവ ശത്രുവിനെ കൊന്നു ഭഗ്നിയും രാജ്യവും വിത്തവും എല്ലാം മടക്കിത്തരുവൻ ഞാൻ. സത്യമിത് രാമഭാഷിതം കേവലം. മാനവേന്ദ്രോക്തികൾ കേട്ട് തെളിഞ്ഞൊരു ബാനുതനേനും ഇങ്ങനെ തെളിനാൻ. സ്വർലോകനാഥജനാകിയ ബാലിയെ കൊല്ലുവാനേറ്റം പണിയുണ്ട് നിർണയം. ഇല്ല അവനോളം ബലം മറ്റൊരുവനും ചൊല്ലുവൻ
ബാലിതൻ ബാഹു പരാക്രമം. ദുന്നുബിയാകും മഹാസുരൻ വന്നു കിഷ്കിന്ധപുരദ്വാരി മാഹിഷവേഷമായി യുദ്ധത്തിനായി വിളിച്ചോരോ നേരത്തെ അതിക്രുദ്ധനാം ബാലി പുറപ്പെട്ട് ചെന്നുടൻ ശൃംഗം പിടിച്ചു പതിപ്പിച്ചു ഭൂമിയിൽ ഭംഗം വരുത്തി ചവിട്ടിപ്പറിച്ചുടൻ ഉത്തമാംഗത്തെ ചുഴറ്റി എറിഞ്ഞതു. രക്തവും വീണു മതങ്കാശ്രമസ്ഥലേ. ആശ്രമദോഷം വരുത്തിയ ബാലി പൂന്നം റസ്യമൂകാജലത്തിങ്കൽ വരുന്നാകിൽ ബാലിയുടെ തല പൊട്ടിത്തെറിച്ചുടൻ കാലപുരി പൂക മദ്വാഗൗരവാൽ എന്ന് ശപിച്ചത് കേട്ടു. കവീന്ദ്രനും അന്നു തുടങ്ങി ഇവിടെ വരുവീലാം. ഞാനും അതുകൊണ്ട് ഇവിടെ വസിക്കുന്നു. മനസ്സേ ഭീതി കൂടാതെ നിരന്തരം ദുന്നുബി തൻ്റെ തലയത് കാൺകുരു മമ്മരം പോലെ കിടക്കുന്നതും ഭവാൻ ഇന്നിതടുത്തെറിഞ്ഞിടുന്ന ശക്തന് കൊന്നുകൂടും കവിവീരനെ നിർണയം എന്നത് കേട്ട് ചിരിച്ചു രഘുത്തമൻ തന്നെ തൃക്കാൽ പെരുവിരൽ കൊണ്ടത് തന്നെ എടുത്തു മേൽപോട്ടെറിഞ്ഞിടിനാൻ. ചെന്നു വീണു ദശയോജന പര്യന്തം എന്നത് കണ്ട് തെളിഞ്ഞു സുഗ്രീവനും തന്നുടെ മന്ത്രികളും വിസ്മയപ്പെട്ട് നന്നെന്ന് പുകഴ്ന്നവർ നന്നായി തൊടുത്തു നിന്നിടിനാർ. പിന്നെയും അർക്കാത്മജൻ പറഞ്ഞിടിനാൻ മന്നവാ ശബ്ദസാലങ്ങൾ ഇവയല്ലോ ബാലിക്ക് മൽപിടിച്ചിടുവാനായുള്ള സാലങ്ങൾ 7 ഇവയെന്നറിഞ്ഞാലും വൃത്രാരിപുത്രം പിടിച്ചിളക്കുന്ന നേരം പത്രങ്ങളെല്ലാം കൊടിഞ്ഞു പോമേടിനും വട്ടത്തിൽ നിൽക്കും ഇവറ്റെ ഒരമ്പെയ്ത് പൊട്ടിക്കൽ ബാലിയെ കൊല്ലായി വരും ദൃഢം. സൂര്യാത്മജോക്തികൾ ഈ ദൃശ്യം കേട്ടൊരു സൂര്യാന്യോത്ഭൂതനാകിയ രാമനും ചാപം കുഴിയെ കുലച്ചൊരു സായകൻ ശോഭയോടെ തൊടുത്ത് അരുളിടിനാൻ. സാലങ്ങളേഴും പിളർന്ന് പുറപ്പെട്ടു ശൈലവും ഭൂമിയും പേടിച്ച് പിന്നെയും ബാണം ജ്വലിച്ച് തിരിഞ്ഞു വന്നാശെ തൻ തൂണീരമൻപോട് പുക്കോരനന്തരം വിസ്മിതനായോരു ബാനുതനേനം സസ്മിതം കൂപ്പിത്തൊഴുതോ ചൊല്ലിടിനാൻ. സാക്ഷാൽ ജഗന്നാഥനാം പരമാത്മാവ് സാക്ഷിഭൂതൻ നിന്തിരുവടി നിർണയം പണ്ട് ഞാൻ ചെയ്തൊരു പുണ്യബലോദയം കൊണ്ട് കാൺമാനും എനിക്ക് യോഗം വന്നു. ജന്മമരണ നിവൃത്തി വരുത്തുവാൻ നിർമ്മലന്മാർ ഭജിക്കുന്നു ഭവൽപദം. മോക്ഷത്തിനായ ഭവാനെ ലഭിക്കയാൽ മോക്ഷമൊഴിഞ്ഞേ അപേക്ഷിക്കുന്നതില്ല ഞാൻ. പുത്രധാരാർത്ഥരാജ്യാദി സമസ്തവും വ്യർത്ഥമത്രേതവുമായ വിരചിതം ആകയാൽ മേ മഹാദേവ ദേവേശ മറ്റാകാംക്ഷയില്ല ലോകേശ പ്രസീതമേ. വ്യാപ്തമാനന്ദാനുഭൂതികരം പ്രാപ്തോഹം ആകന്ത ഭാഗ്യബലോദയാൽ മണ്ണിനായി ഊഴി കുഴിച്ച നേരം നിധി തന്നെ ലഭിച്ചതുപോലെ രഘുപതേ ധർമ്മദാനവ്രതത്തെ തീർത്ഥാവക്രതോ. കർമ്മപൂർദ്ധാദികൾ കൊണ്ടൊരുത്തനും വന്നുകൂടാപക സംസാരനാശനം നിർണയം ത്വൽപാദഭക്തി കൊണ്ടെന്നിയേ ത്വൽപാദഭക്തൻ പത്മാവലോകനം കേവലം ഇപ്പോൾ അകപ്പെട്ടതും ത്വൽകൃപാബലം. യാതൊരുത്തന ചിത്തം നിന്തിരുവടി പാദാംബുജത്തിൽ ഇളകാതുറയ്ക്കുന്നു. കാൽക്ഷണം പോലും എന്നാകിലവൻ തനിക്കൊക്കെ നീങ്ങിയിടും അജ്ഞാനമനർത്ഥതം. ചിത്തംബാങ്കിലുറയ്ക്കാകിലും അതിഭക്തിയോടെ രാമേതി സാദരം ചൊല്ലുന്നവനു ദുരിതങ്ങൾ വേറെറ്റു നല്ലനായി ഏറ്റവും വിശുദ്ധനാം നിർണയം. മദ്യപനെങ്കിലും ബ്രഹ്മജ്ഞനെങ്കിലും സദ്യോഭിമുക്തനാൻ രാമജപത്തിനാൽ സത്യജയത്തിലും ധാരസുഖത്തിലും ചിത്തേ ഒരാഗ്രഹമില്ലെനിക്കേതുമേ. ഭക്തി ഒഴിഞ്ഞു മറ്റൊന്നുമേ വേണ്ടിയില്ല മുക്തി വരുവാൻ മുകുന്ദാദയാനിതേ. ത്വൽപാദഭക്തിമാർഗോപദേശം കൊണ്ടു മൽപാപം ഉൽപാടായിട്ട് ലോകീപതേ. ശത്രുമധ്യസ്ഥിതമിത്രാതിഭേദം ചിത്തത്തിൽ നഷ്ടമായി
വന്നിത് ഭൂപതേ. ത്വൽപാദ പത്മാവലോകനം കൊണ്ടെനിക്കുൽപ്പന്നമായത് കേവല ജ്ഞാനവും പുത്രധാരാദി സംബന്ധമില്ലാന്തവശക്തിയാമായ പ്രഭാവം ജഗൽപതേ. ത്വൽപാദ പങ്കജത്തിങ്കൽ ഉറയ്ക്കണം എപ്പോഴും ഉൾക്കാമ്പെനിക്ക് രമാപതേ. ത്വൽനാമ സങ്കീർത്തന പ്രിയാകണം എന്നുടെ ജിഹ്വാ സദാ നാണമെന്നിയേ. ത്വച്ചരണാംബോരുഹങ്ങളിൽ എപ്പോഴും അർച്ചനം ചെയ്യായി വരിക തങ്കരങ്ങളാൽ നിന്നുടെ ചാരുരൂപങ്ങൾ കാണായി വരിക എന്നുടെ കണ്ണുകൾ കൊണ്ട് നിരന്തരം കർണങ്ങൾ കൊണ്ട് കേൾക്കായി വരേണം സദാ നിന്നുടെ ചാരിതന്തരാവതേ മച്ചരണദ്വയം സഞ്ചരിച്ചിടണം അച്യുത ക്ഷേത്രങ്ങൾ തോറും രഘുപതേ. ത്വൽപാദപാംസ തീർത്ഥങ്ങൾ ഏൽക്കാകേണം എപ്പോഴും അംഗങ്ങൾ കൊണ്ട് ജഗൽപതേ. ഭക്ത്യാ നമസ്കരിക്കായി വരേണം മുഹുരുത്തുമാംഗം കൊണ്ട് നിത്യം ഭവൽപദം. ഇത്തം പുകഴ്ന്ന സുഗ്രീവനെ രാഘവൻ ചിത്തം കുളിർത്ത് പിടിച്ച് പുൽകീടിനാൻ അംഗസംഗം കൊണ്ടോ കൽമഷം വേരറ്റേ. മംഗലാത്മാവായി സുഗ്രീവനെ തഥാം മായയാതത്ര മോഹിപ്പിച്ച നേരം കാര്യസിദ്ധിക്കോ കരുണാജലനിധി. ബാലി സുഗ്രീവ യുദ്ധം. സത്യരൂപൻ ചിരിച്ചരുളി ചെയ്തു, സത്യമത്രേ നീ പറഞ്ഞതിലോ സഖേ. ബാലിയെ ചെന്ന് വിളിക്ക യുദ്ധത്തിന് കാലം കളയരുതേതോ വിനിയേടോ. ബാലിയെ കൊന്നു രാജ്യാഭിഷേകം ചെയ്തു പാലനം ചെയ്തു കൊള്ളുവാൻ നിന്നെ നിർണയം. അർക്കാത്മജനത് കേട്ട് നടന്നത് കിഷ്കിന്ധയാമ്പുരി നോക്കി നിരാകുലം. അർക്കകുലോദ്ഭവന്മാരായ രാമനും ലക്ഷ്മണവീരനും മന്ത്രികൾ നാൽവരും മിത്രാമിത്രൻ ചെന്ന് കിഷ്കിന്ധാപുരദ്വാര യുദ്ധത്തിനായി വിളിച്ചിടിനാൻ ബാലിയെ. പൃഥ്വീരുഹവും മറിഞ്ഞു നിന്നിടിനാർ മിത്രഭാവേന. രാമാദികളന്നേരം ക്രുദ്ധനാം ബാലി അലറി വന്നിടിനാൻ മിത്രതനേനും വക്ഷസി കുത്തിനാൻ. വൃത്രാരിപുത്രനും മിത്രതനേനെ 10-100 വലിച്ചു കുത്തിയിടിനാൻ. ബദ്ധരോഷേണ പരസ്പരം തമ്മിലെ യുദ്ധം അതീവ ഭയങ്കരമായതു രക്തമണിഞ്ഞു. ഏകരൂപധരന്മാരായി ശക്തി കലർന്നവരൊപ്പം പൊരും നേരം നിർമിത്രാത്മജന്യേത് വിത്രാരിപുത്രനേത് ഇത്തം തിരിച്ചറിയാവല്ലൊരുത്തനും. മിത്രവിനാശന ശങ്കയാ രാഘവനസ്ത്ര പ്രയോഗവും ചെയ്തില്ലത് നേരം. വൃത്രാരിപുത്ര മുഷ്ടിപ്രയോഗം കൊണ്ട് രക്തവും ഛർദിച്ചു വീതനായി ഓടിനാൻ. മിത്രതനേനൻ സത്വരമാർദ്ദനായി വൃത്രാരിപുത്രനും ആലയം പൊക്കിത്. വിത്രസ്തനായി വന്ന മിത്രതനും പൃഥ്വീരുകാന്തികെ നിന്നരുളേടിന. മിത്രാനുയോത്ഭൂതനാകിയ രാമനോട് എത്രയും പരുഷങ്ങൾ ചൊല്ലിനാൻ. ശത്രുവിനെ കൊണ്ട് കൊല്ലിക്കുകയോ തപചിത്തത്തിൽ ഓർത്തത് അറിഞ്ഞില്ല ഞാനയ്യോ. വധ്യനെന്നാകൽ വധിച്ചു കളഞ്ഞാലും അസ്ത്രേണമാം തിരുവടി താൻ തന്നെ സത്യം പ്രമാണമെന്നോർത്തേൻ. അതും പുനരെത്രയോ ഭാരം പിഴച്ചു ദയാനിധേ. സത്യസന്ധൻ ഭവാൻ എന്ന് ഞാൻ ഓർത്തതും വ്യർത്ഥമദ്രേ. ശരണാംഗതവത്സലാം. മിത്രാത്മജോക്തികൾ ഇത്തരമാകുലാൽ ശ്രുത്വാര്യകൂത്തമനുത്തരം ചൊല്ലിനാൽ. ബദ്ധാശ്രനേത്രനായി ആലിംഗനം ചെയ്ത് ചിത്തെ ഭയപ്പെടായി കേതും മമ സഖേ. അത്യന്ത രോഷവേഗങ്ങൾ കലർന്നോര് യുദ്ധമധ്യേ ഭവാന്മാരെ തിരിയാഞ്ഞ് മിത്രകാദിത്വം ആശങ്ക ഞാൻ അന്നേരം. മുഗ്ധവാനായതില്ല അസ്ത്രം ധരിക്കുന്നേ. ചിത്തഭ്രമം വരായ്വാനൊരടയാളം മിത്രാത്മജ നിനക്കുണ്ടാക്കുവനെ. ശത്രുവായുള്ള ഒരു ബാലിയെ സത്വരം യുദ്ധത്തിനായി വിളിച്ചാലും മടിയാതെ വൃത്രവിനാശപുത്രനാമഗ്രൻ മൃത്യുവശകതനെന്ന് ഉറച്ചിടുന്നേ. സത്യമിതം മകൻ രാമനെന്നാകിലോ മിഥിയായി വന്നുകൂടാ രാമഭാഷിതം. ഇത്തൻ സമാശാസമിത്രാത്മജം രാമഭദ്രൻ സുമിത്രാത്മജനോട് ചൊല്ലിനാൻ. മിത്രാത്മജങ്ങളെ പുഷ്പമാല്യത്തെ നീ
വിരവോടയക്കാം യുദ്ധത്തിനായി ശത്രുഘ്നപൂർവജന്മാല്യവും ബന്ധിച്ച് മിത്രാത്മജനെ മോദാലയച്ചിടിനാൻ. ബാലിവധം. വൃത്താരിബുദ്ധനെ യുദ്ധത്തിനായി കൊണ്ട് മിത്രാത്മജൻ വിളിച്ചിടിനാൻ. പിന്നെയും ക്രുദ്ധനായി നിന്ന് കിഷ്കിന്ധാപുരദ്വാരി കൃത്വ മഹാസിംഹനാഥന്റെ വിസ്തുതൻ ബദ്ധരോഷം വിളിക്കുന്ന നാഥൻ തഥാ ശ്രത്വാദി വിസ്മിതനായോരു ബാലയം ബദ്വാപരികരം യുദ്ധായ സത്വരം ബദ്ധവൈരം പുറപ്പെട്ടോരു നേരത്ത് ഭർത്തുരഗ്രേ ചെന്ന ബദ്രാശ്രമേതയായി മധ്യേ തടുത്തു ചൊല്ലിടിനാൾ താരയും. ശങ്കാവിഹീനം പുറപ്പെട്ടതെന്തോരു ശങ്കയുണ്ടുള്ളിൽ എനിക്കത് കേൾക്കനേ. വിഗ്രഹത്തിങ്കൽ പരാജിതനായി പോയ സുഗ്രീവനാശ വന്നിടുവാൻ കാരണം എത്രയും ഭാരം പരാക്രമമുള്ളൊരു മിത്രം അവനുണ്ടോ പിന്തുണ നിർണയം. ബാലിയും താരയോടാശ ചൊല്ലിടാൻ ബാലേ ബലാലൊരു ശങ്കയുണ്ടാകില്ല. കയ്യയച്ചിടു നീ വൈകരുതേതുമേ നീ ഒരു കാര്യം ധരിക്കേണമോമലെ. ബന്ധുവായി ആരുള്ളതോർക്ക സുഗ്രീവനോ ബന്ധമില്ലെന്നോട് വൈരത്തിനാർഗമേ. ബന്ധുവായുണ്ടവൻ ഏകനെന്നാകിലോ ഹന്തവനെന്നാലവനും നരികനെ. ശത്രുവായുള്ളവൻ വന്ന് ഗൃഹാന്തികെ യുദ്ധത്തിനായി വിളിക്കുന്നതും കേട്ടുടൻ ശൂരനായുള്ള പുരുഷൻ ഇരിക്കുമോ? ഭീരുവായുള്ളിൽ അടച്ച് അത് ചൊല്ലൂ നീ. വൈരിയെ കൊന്നു വിരവിൽ വരുവൻ ഞാൻ ധീരത കൈക്കൊണ്ടിരിക്ക നീ വല്ലവേ. താരയം ചൊന്നാളത് കേട്ടവനോട് വീരശിഖാമണേ കേട്ടാലുമെങ്കിൽ നീ കാനനത്തിങ്കൽ നായാട്ടിന് പോയത് താനേ മമസുതൻ അങ്കദൻ അമ്മേരം കേട്ടൊരു ദന്തം എന്നോട് ചൊന്നാൻ. അത് കേട്ടിട്ട് ശേഷം ചിരോചിതം പോകനീ ശ്രീമാൻ ദശരഥനാം അയോധ്യാധിപൻ രാമനെന്നുണ്ടവൻ തന്നിട നന്ദനൻ ലക്ഷ്മണനാകും മനുജനോടും നിജലക്ഷ്മി സമയായ സീതയോടും അവൻ വന്നിരുന്നിടിനാൻ. ദണ്ഡകാരനെ വന്യാസനായി തപസ്സോ ചെയ്തിടുവാൻ ദുഷ്ടനായുള്ള ഒരു രാവണ രാക്ഷസൻ കട്ടുകൊണ്ടാൻ അവൻ തന്നിട ഭക്തിയെ ലക്ഷ്മണനോടും അവളെ അന്വേഷിച്ചു തക്ഷണം ഋഷ്യമൂകാജലേ വന്നത്. മിത്രാത്മജനെയും തത്ര കണ്ടിടിനാൻ. മിത്രമായി വാഴുന്ന അന്യോന്യം ഒന്നിച്ച് സഖ്യവും ചെയ്തുകൊണ്ടാർ അഗ്നിസാക്ഷി ദുഃഖശാന്തിക്കേ അങ്ങിരുവരുമായുടൻ. വൃത്രാരിപുത്രനെ കൊന്നു കിഷ്കിന്ധയിൽ മിത്രാത്മജ നിന്നെ വാഴിപ്പനെന്നൊരു സത്യവം ചെയ്തു കൊടുത്തിതു രാഘവൻ സത്വരം അർക്കതനയനും അന്നേരം അന്വേഷണം ചെയ്തറിഞ്ഞ് സീതാദേവി തന്നെയും കാട്ടിത്തൊരുവനെന്ന് തമ്മിൽ അന്യോന്യമേവം പ്രതിജ്ഞയും ചെയ്തു വന്നതിപ്പോൾ അതുകൊണ്ടു തന്നെ അവൻ വൈരമെല്ലാം കളഞ്ഞാശ സുഗ്രീവനെ സൗര്യമായി വാഴിച്ചു കൊള്ളുക ഇളമയായി. യാഗി രാമൻ നീ ശരണമായി വേഗേന പാകി മാമംഗതം രാജ്യം കുലഞ്ചതേ. ഇങ്ങനെ ചൊല്ലിക്കരഞ്ഞ കാലം പിടിച്ച് അങ്ങനെ താര നമസ്കരിക്കും വിധോ വ്യാകുലഹീനം പുണർന്ന് അനുരാഗവശേന പറഞ്ഞിതു ബാലിയം. സ്ത്രീ സ്വഭാവം കൊണ്ട് പേടിയായതുമേ നാസ്തി ഭയം മമവല്ലഭേ കേൾക്കനേ. ശ്രീരാമലക്ഷ്മണന്മാർ വന്നതെങ്കിലോ ചേരും എന്നോടും അവരെന്ന് നിർണയം. രാമനെ സ്നേഹമെന്നോളമില്ലാർക്കുമേ രാമനാകുന്നത് സാക്ഷാൽ മഹാവിഷ്ണു. നാരായണൻ താൻ അവതരിച്ചു ഭൂമി ഭാരകരണാർത്ഥം എന്നു കേൾപ്പുണ്ടു ഞാൻ. പക്ഷഭേദം ഭഗവാനില്ല നിർണയം നിർഗുണനേകനാത്മാരാമനീശ്വരൻ. തച്ചരണാംബുജേ വീണ നമസ്കരിച്ചിച്ചയാ ഞാൻ കൂട്ടിക്കൊണ്ടിങ്ങ പോരുവൻ. മൽഗ്രഹത്തിങ്കൽ ഉപകാരവും ഏറും സുഗ്രീവനേക്കാളും എന്നെ കൊണ്ടേ ഓർക്ക നീ. തന്നെ ഭജിക്കുന്നവനെ ഭജിച്ചിടും അന്യഭാവം പരമാത്മാവിനില്ലല്ലോ. ഭക്തിഗമ്യൻ പരമേശ്വരൻ വല്ലഭേ ഭക്തിയോടോ പാർക്കിലെന്ന് പാർക്കിൽ എന്നോളമില്ലാർക്കുമേ ദുഃഖവും നീക്കേ വസിക്ക നീ. വേസ്മിനി പുഷ്കരലോചനെ പൂർണ്ണ ഗുണാംബുദേ. ഇത്തമാശ്വാസപുത്രാരിബുദ്ധനം ക്രുദ്ധനായി സദ്വരം ബദ്വാപരികരം നിർഗമിച്ചിടാൻ യുദ്ധായ സദ്വരം നിഗ്രഹിച്ചിടുവാൻ സുഗ്രീവനെ കൃത്വ താരയും അസ്ത്രഗണങ്ങളും വാർത്ത് വീർത്ത് ആരുടെ താപമകന്നു അകത്തു
പൂക്കേടിനാൾ. പല്ലും കടിച്ചലറിക്കൊണ്ട് ബാലിയും നില്ലെന്ന് അണഞ്ഞോരു നേരെന്തതാം മുഷ്ടികൾ കൊണ്ട് താടിച്ചത് ബാലിയെ രുഷ്ടനാം ബാലി സുഗ്രീവനെ എന്തതാ മുഷ്ടി ചുരുട്ടി പ്രഹരിച്ചിരിക്കവേ കെട്ടിയ കാൽ കൈ പരസ്പരം താടനം തട്ടിയും മുട്ടുകൊണ്ടും തലതങ്ങളിൽ കൊട്ടിയും ഏറ്റം പിടിച്ചും കടിച്ചും അങ്ങോ ഊറ്റത്തിൽ വീണും പിരണ്ട് ഉരുണ്ടും ഉൾച്ചീറ്റം കലർന്ന് നഖം കൊണ്ട് മാന്തിയും ചാടി പതിക്കുകയും കൂടെ കുതിക്കുകയും മാടിത്തടുക്കുകയും കൂടെ കൊടുക്കുകയും ഓടിക്കഴിക്കുകയും വാടി വേർക്കുകയും മാടി വിളിക്കുകയും കോപിച്ചെടുക്കുകയും അടുക്കുകയും കൂടെ വേർക്കുകയും നാടികൾ ചേർക്കുകയും മുഷ്ടിയുദ്ധ പ്രയോഗം കണ്ടു നിൽപ്പവർ ദൃഷ്ടി കുളിർക്കുകയും വാഴ്ത്തി സ്തുതിക്കയോ കാലനും കാലകാലം താനുമുള്ളവർ. ബാലി സുഗ്രീവ യുദ്ധത്തിന് ഉദാഹരണം രണ്ട് സമുദ്രങ്ങൾ തമ്മിൽ പുരം പോലെ രണ്ട് ശൈലങ്ങൾ തമ്മിൽ പുരം പോലെയും കണ്ടവരാർത്ത് കൊണ്ടാടി പുകഴ്ത്തിയും കണ്ടീല വാട്ടം ഒരുത്തനും ചെയ്തമേ. അച്ഛൻ കൊടുത്തൊരു മാല ബാലിക്കുമുണ്ട്, അച്യുതൻ നൽകിയ മാല സുഗ്രീവനും ഭേദമില്ലെന്നുകൊണ്ടും തമ്മിലെങ്കിലും ഭേദിച്ചത് അർക്കതനയനു വിഗ്രഹം. സാധ്യവുമേറ്റം കിടന്ന സുഗ്രീവനും ഖേദമോടെ രഘുനാഥനെ നോക്കിയും ആഗ്രഹമുഷ്ടപ്രഹരങ്ങളേൽക്കയാൽ സുഗ്രീവൻ ഏറ്റവും തളർച്ചയുണ്ടെന്നത് കണ്ട് കാരുണ്യം കലർന്ന് വേഗേന വൈകുണ്ഠൻ ദശരഥനന്ദനൻ ബാലിതൻ വക്ഷപ്രദേശത്തെ ലക്ഷ്യമാക്കിക്കൊണ്ട് വൃക്ഷഷണ്ഡം മറിഞ്ഞ ആശു മാഹേന്ദ്രമാമാസ്ത്രം തൊടുത്തു വലിച്ചു നിറച്ചുടൻ വിദ്രുതമമാറയച്ചരളിയിടിനാൻ. ചെന്നതു ബാലിതന്മാരിൽ തളച്ചളവെ ഒന്നങ്ങലറി വീണിടിനാൻ. ബാലിയം ഭൂമിയും ഒന്ന് വിറച്ചു തന്നേരത്തെ രാമനെ കോപി സ്തുതിച്ചു മരുൽ സുതൻ. മോഹം കലർന്നു മുഹൂർത്ത മാത്രം പിന്നെ മോഹവും തീർന്നു നോക്കിയിടിനാൻ. ബാലിയും കാണായിതഗ്രേ രഘൂത്തമനെ തഥാ ബാണവും ദക്ഷിണഹസ്തേ ധരിച്ച് അന്യപാണിയിൽ ചാപം ചീരവസനവും തൂണീരവും മൃദുസ്മേരവദനവും ചാരജടമാകുളം പൂണ്ട ഇടം പെട്ടമാരിടങ്ങളിൽ വനമാലയും പൂണ്ടേ സർവായുധങ്ങളായ ഭുജങ്ങളും ദുർവാദളച്ചവി പൂണ്ട ശരീരവും പക്ഷപാകെ പരിസേവിതന്മാരായ ലക്ഷ്മണ സുഗ്രീവന്മാരെയും അജ്ഞസാകണ്ട് ഗർവിച്ച് പറഞ്ഞത് ബാലിയും ഉണ്ടായ കോപകേതാകുല ചേതസായെന്ത് ഞാനൊന്ന് നിന്നോട് പിഴച്ചതും എന്തിനിന്ന് എന്നെ കൊല ചെയ്തു വെറുതെ നീ വ്യാജേന ചോരധർമ്മത്തെയും കൈക്കൊണ്ട് രാജധർമ്മത്തെ വെടിഞ്ഞത് എന്തേ ഇങ്ങനെ എന്തൊരു കീർത്തി ലഭിച്ചത് കൊണ്ട് ചിന്തിക്ക രാജകുലോത്ഭവനല്ലോ നീ വീരധർമ്മം നിരൂപിച്ച് കീർത്തിക്കെങ്കിൽ നേരെ പൊരുതി ജയിക്കണമേവനും എന്തോന്ന് സുഗ്രീവനാൽ കൃതമായതും എന്തേ മറ്റെന്നാൽ കൃതമല്ലതും രക്ഷോപരന്തവ ഭഗ്നിയെ കട്ടതിനർക്കാത്മതിനെ ശരണമായി പ്രാപിച്ച് നിഗ്രഹിച്ച് ഭവാൻ എന്നെ എന്നാകിലോ വിക്രമം മാമുഖം കേട്ടറിയുന്നില്ലേ ആരറിയുന്നതോ മൂന്ന് ലോകത്ത് വീരനാമനുടെ ബാഹുപരാക്രമം ലങ്കാപുരത്തെ ത്രികൂടമൂലത്തോടും ശങ്കാവിഹീനം ദശാസനോടും കൂടെ ബന്ധിച്ച് ഞാൻ അരനാഴിക കൊണ്ട് നിന്നന്തികെ വെച്ച് തൊഴുതു ഈ തൊഴുതേനുമാതരാൽ ധർമ്മിഷ്ഠൻ എന്ന് ഭവാനെ ലോകത്തിങ്കൽ നിർമ്മലന്മാർ പറയുന്നു രഘുപതൻ. ധർമ്മം എന്തോന്ന് ലഭിച്ചത് ഇതുകൊണ്ട് നിർമൂലം ഇങ്ങനെ കാട്ടാളനെ പോലെ വാനരത്തെ ചതി ചെയ്ത് കൊന്നിട്ട് ഒരു മാനമുണ്ടായത് എന്തെന്ന് പറക നീ വാനരമാംസ അപക്ഷമത്രേ പിതാമാനസേ തോന്നിയതെന്തിതൂ ഭൂപതേ. ഇത്തം ബഹുഭാഷണം ചെയ്ത ബാലിയോട് ഉത്തരമായി അരുൾ ചെയ്തു രഘുത്തമൻ. ധർമ്മത്തെ രക്ഷിപ്പതിനായുധവുമായി നിർമ്മത്സരം നടക്കുന്ന നീള ഞാൻ പാപിയായോര് അധർമ്മിഷ്ഠനാം നിന്നുടെ പാപം കളഞ്ഞ ധർമ്മത്തെ നടത്തുവാൻ നിന്നെ വധിച്ചിതു ഞാൻ. മോഹബദ്ധനായി നിന്നെ നീ ഏതും അറിയാഞ്ഞതും നെടും. പുത്രി ഭഗിനി സഹോദര ഭാര്യം പുത്രകളത്രം മാതാവും ഏതുമേ വേദമില്ലെന്നല്ലോ വേദവാക്യം. അത് ചേതസീമാൽ പരിഗ്രഹിക്കുന്നവൻ പാപികളിൽ വെച്ച് ഏറ്റവും മഹാപാപം. താപം അവർക്കതിനാലേ വരുമല്ലോ. മര്യാദ നീക്കി നടക്കുന്നവர்களെ ശൗര്യമേറുന്നവന്മാർ നിഗ്രഹിച്ചതാം.
ധർമ്മസ്ഥിതി വരുത്തും ധരണീധരേ നിർമ്മലാത്മാ നീ നിരൂപിക്ക മാനസേ ലോകവിശുദ്ധി വരുത്തുവാനായിക്കൊണ്ട് ലോകപാലന്മാർ നടക്കുമെല്ലായിടവും ഏറെ പറഞ്ഞു പോകായി കവരോടിതം പാപത്തിനായി വരും പാപികൾക്കേറ്റവും യുദ്ധമരുൾ ചെയ്തതൊക്കെ കേട്ടാശുചിത്ത വിശുദ്ധി ഭവിച്ചു. കപീന്ദ്രനും രാമനെ നാരായണനെന്നറിഞ്ഞുടൻ താമസപാപമകന്ന് സസംഭ്രമം ഭക്ത്യാ നമസ്കൃത്യ വന്നിച്ചു ചൊല്ലിനാനിദ്ധം മമാപരാധം ക്ഷമിക്കണമേ ശ്രീരാമ രാമ മഹാഭാഗ രാഘവ നാരായണൻ. നിന്തിരുവഴി നിർണയം ഞാൻ അറിയാതെ പറഞ്ഞതെല്ലാം തവ മനസ്സേ കാരുണ്യമോടോ ക്ഷമിക്കണം. നിന്തിരുമേനയം കണ്ട് കണ്ടാശ നിന്നന്തികെ താപകമായ ശരമേറ്റ് ദേഹവും ഉപേക്ഷിപ്പതിന് യോഗം വന്നതാകന്ത ഭാഗ്യം എന്തോന്നു എല്ലാവിധം സാക്ഷാൽ മഹായോഗിനാമപി ദുർലഭം മോക്ഷപ്രദന്തപ ദർശനം ശ്രീപദേ. കൊണ്ടതിലും പുരുഷനും മോക്ഷം ലഭിക്കുന്നത് ആകയാലിന്നും മേ സാക്ഷാൽ പുരസ്ഥിതനായ ഭഗവാനെ കണ്ട് കണ്ട് അൻപോടെ നിന്നുടെ സഹായകം കൊണ്ടൊരു മരിപ്പാൻ അവകാശം ഇക്കാലമുണ്ടായത് എന്നുടെ ഭാഗ്യാതിരേകം ഇതുണ്ടോ പലർക്കും ലഭിക്കുന്നതീശ്വരാം. നാരായണൻ നിന്തിരുപടി ജാനകിതാരിൽ മാറാവായ ലക്ഷ്മി ഭഗവതി പഗ്നികണ്ഠൻ തന്നെ നിഗ്രഹിപ്പാൻ ആശഭഗ്നിരതാത്മജനായി ജനിച്ചു ഭവാൻ. പത്മജൻ മുന്നമർദ്ദിക്കയാൽ എന്നതും പത്മവിലോചന ഞാൻ അറിഞ്ഞിടിനേൻ. നിന്നുടെ ലോകം ഗമിക്കാൻ തുടങ്ങിയിടും എന്നെ അനുഗ്രഹിക്കണം ഭഗവാനെ. എന്നോട് തുല്യപരനാകും അങ്കദൻ തന്നിൽ തിരുവുള്ളമുണ്ടായിരിക്കണം. ആർക്കതനേനും അങ്കദപാലനുമൊക്കും എനിക്കെന്നോ കൈക്കൊള്ളുക വേണമേ. അമ്പും പറിച്ചു തൃക്കൈ കൊണ്ടടിയനെ അൻപോടുമെല്ല തലോടുകയും വേണം എന്നത് കേട്ട് രഘുത്തമൻ ബാണപുഞ്ചെന്ന് പറിച്ചു തലോടിനൻ മെല്ലമേ മാനവിമീരൻ മുഖാംബുജം വാനരദേഹം ഉപേക്ഷിച്ചു ബാലിയും യോഗീന്ദ്ര വൃന്ദ ദുരാപമമായുള്ള ഒരു ലോകം ഭഗവത് പദം ഗമിച്ചേടിനാൻ. രാമനായൊരു പരമാത്മാനാ ബാലി രാമപാദം പ്രവേശിച്ചോരനന്തരം മർക്കടൗകം ഭയത്തോടോടി വേഗേന ബുക്കിത് കിഷ്കിന്ധയായ പുരാജിതേതല്ലിനാർദ്ധാരയോടാശ കവികളും സ്വർലോകവാസിയായി വന്നു കവീശ്വരൻ. ശ്രീരാമസായകമേറ്റു രണാജിരേ താരേ കുമാരനെ വാഴിക്കവൈകാതെ ഗോപുരവാതിൽ നാലും തിടം ബന്ധിച്ചു ഗോപിച്ചു കൊള്ളുക കിഷ്കിന്ധാമഹാപുരം. മന്ത്രികളോട് നിയോഗിക്ക നീ പരിബന്ധികളുള്ളിൽ കടക്കാതിരിക്കണം. ബാലി മരിച്ചത് കേട്ട് ഒരു താരയും ആലോല വീഴുന്ന കണ്ണുനീരും വർദ്ദുക്കേന പക്ഷ ചെയ്ത് അടിച്ച് ഗൽഗതവാദ പറഞ്ഞു പലതരം. എന്തിനെനിക്കിന് പുത്രൻ രാജ്യവും എന്തിന് ഭൂതലവാസവും വ്രമേ വ്രതാം. ഭർത്താവ് തന്നോടുകൂടെ മടിയാതെ മൃത്യലോകം പ്രവേശിക്കുന്നതുണ്ട് ഞാൻ. യുദ്ധം കരഞ്ഞവൾ ചെന്ന് തൻ രക്തപാംസുക്കൾ അണിഞ്ഞു കിടക്കുന്ന ഭർത്തകളെ വരം കണ്ട് മോഹം പൂണ്ട് പുത്രനോടും കൂടെ ഏറ്റവും വിവശയായി വീണിതോ ചെന്ന് പാതാരാപാതാന്തികെ ധാരയും കേണു തുടങ്ങിനാൾ. പിന്നെ പ്രതനം ബാണമേ തന്നെയും കൊന്നിടു നീ മമ പ്രാണനാഥനു പ്രാപിരിഞ്ഞാലിടൂ. എന്നെ പതിയോടുകൂടി അയക്കിലോ കന്യകാദാനം ഫലം നിനക്കും വരും. ആര്യരാ നിന്നാൽ അനുഭൂതമല്ലയോ ഭാര്യാവിയോഗ ദുഃഖന്റെ വ്യഗ്രഹം തീർത്ത് ഉരുമയായി വാഴുക നീ സുഗ്രീവ. രാജ്യഭോഗങ്ങളോടും ചിരം യുദ്ധം പറഞ്ഞു കരയുന്ന താരയോട് ഉത്തരമായി അരുൾ ചെയ്തു രഘുവരൻ. തത്വജ്ഞാനോപദേശന കാരുണ്യേന ഭർത്തവിയോഗേന ദുഃഖം കളഞ്ഞിടുവാൻ. താരോപദേശം എന്തിന് ശോകം വൃതാതപ കേൾക്ക നീ ബന്ധമില്ല ഏതും അതിന് മനോഹരെ. നിന്നുടെ ഭർത്താവ് ദേഹമോ ജീവനോ തന്നെ പരമാർത്ഥമെന്നോട് ചൊല്ലനെ. പഞ്ചഭൂതാത്മകം ദേഹമേറ്റം ജഡം സഞ്ചിതം രക്താസ്തി കൊണ്ടിടോ. നിശ്ചേഷ്ടകാഷ്ടതുല്യം ദേഹമോർക്ക നീ നിശ്ചയം ആത്മാവ് ജീവൻ നിരാമയൻ. ഇല്ല ജനനം മരണവും ഇല്ല കേളല്ലലുണ്ടാകായത് നിനച്ചേരുമേ. നിൽക്കയും ഇല്ല നടക്കുകയും ഇല്ല കേൾ ദുഃഖ വിഷയം അല്ലതോ കേവലം.
സ്ത്രീ പുരുഷ ക്ലേബഭേദങ്ങളുമില്ല, താപശീതാദിയുമില്ലെന്നറിയണേ. സർവകൻ ജീവനേകൻ പരനദ്വയൻ അവ്യൻ ആകാശതുല്യനേപകൻ ശുദ്ധമായി നിത്യമായി ജ്ഞാനാത്മകമായ തത്വം ഓർത്ത് എന്തെന്തോ ദുഃഖത്തിന് കാരണം. രാമവാക്യാമൃതം കേട്ടൊരു താരയും രാമനോടാശോ ചോദിച്ചതോ പിന്നെയും. നിശ്ചേഷ്ട കാഷ്ടതുല്യം ദേഹമായതും സച്ചിതാത്മാ നിത്യനായത് ജീവനും ദുഃഖസുഖാദി സംബന്ധമാർക്കെന്നുള്ളതൊക്കെ അരുൾ ചെയ്യണം ദയാനിരേ എന്നത് കേട്ടരുൾ ചെയ്തു. രഘുവരൻ തന്നെ രഹസ്യമായുള്ളത് കേൾക്കനീ. യാതൊരളവ് ദേഹേന്ദ്രിയ അഹങ്കാര ഭേദഭാവേന സംബന്ധമുണ്ടായവരും അത്ര നാളേക്കും ആത്മാവിന് സംസാരമെത്തും. അവിവേക കാരണാൽ നിർണയം ഓർക്കൽ മിഥ്യാഭൂതമായ സംസാരവും പാർക്കാ താനേ വിനിവർത്തിക്കയില്ലടോ. നാനാ വിഷയങ്ങളെ ധ്യായമാനസം മാനവൻ എങ്ങനെയെന്നതും കേൾക്കനേ. മിഥ്യാഗമന്നിച്ച് സംനേയതാ സത്യമായുള്ളത് കേട്ടുവോ. കേട്ടാലുമെങ്കിലോ നൂനമനാദ്യ വിദ്യാബന്ധഹേതന താനാ അഹങ്കൃതിക്കാശതൽക്കാര്യമായി സംസാരമുണ്ടാം. ഉണ്ടാം അപാർത്ഥകാമായതും സംസാരമേ. രാഗദ്രോഷാദി സങ്കുലം മാനസം സംസാരം സംസാരകാരണമായതും. മാനസത്തിന് ബന്ധം ഭവിക്കുന്നതും ആത്മമനസ്സമന്വത്വം ഭവിക്കയാൽ ആത്മനാ സതൽകൃത ബന്ധം ഭവിക്കുന്നു. രക്താദി സാന്നിധ്യം ഉണ്ടാക കാരണം ശുദ്ധസ്ഫടികവും താദ്വർണമായി വരും. വസ്തുതയാ പാർക്കിലില്ലത് അജ്ഞനാജിന്നെ ചിത്തെ നിരൂപിച്ച് കാണാം. നീ സൂക്ഷ്മമായി ബുദ്ധീന്ദ്രിയാദി സാമീപ്യമുണ്ടാകയാൽ എത്തും ആത്മാവിന് സംസാരവും ബലാൽ. ആത്മസ്വലിംഗമായ ഒരു മനസ്സിനെ താല്പര്യമോട് പരിഗ്രഹിച്ചിട്ടല്ലോ സ്വഭാവങ്ങളായുള്ള കാമങ്ങളെ സ്വത്താദികളാം ഗുണങ്ങളാൽ ബദ്ധനായി സേവിക്കയാൽ അവശ്രദ്ധം കലർന്നു ഭാവിക്കൊണ്ടു സംസാരേ വലയുന്നു. ആദൗ മനോഗുണാൻ സൃഷ്ടാതസ്തുതാ വേദം വിധിക്കും വിവിധ കർമ്മങ്ങൾ. ശുക്ലരക്താസിത ഭേദഗതികളായി മിക്കതെന്തൽ സമാന പ്രഭാവങ്ങളായി ഇങ്ങനെ കർമ്മവസേന ജീവൻ ബലാലെങ്ങും ആഭൂതപ്ലവം ഭ്രമിച്ചിടുന്നു. പിന്നെ സമസ്ത സംഹാരകാലേ ജീവനെന്നും അനാദ്യ വിദ്യാവശ പ്രാപിച്ച് നിഷ്ഠത്യ അഭിനിവേശത്താൽ സൃഷ്ടികാലേ സൃഷ്ടികാലേ പൂർവവാസനയാ സമം ജായതേ ഭൂയോ ഘടിയന്ത്രവത്സദമായ ബലത്താൽ ഒഴിഞ്ഞിടാമിടം ആർക്കൊഴിക്കാമിടം. യാതൊരിക്കൽ നിജപുണ്യ നിജപുണ്യ വിശേഷേണ ചേതസി സൽഗതി ലഭിച്ചിടുന്നു. മൽഭക്തനായ ശാന്താത്മാവിനു പുനരപ്പോൾ അവൻ മദ്വിഷയാദൃഢം ശ്രദ്ധയുണ്ടാം. കഥാശ്രവണേന മമ ശുദ്ധ സ്വരൂപ വിജ്ഞാനമും ജായതേ. സൽഗുരുനാഥ പ്രസാദേന മാനസേ മുഖ്യ വാക്യാർത്ഥ വിജ്ഞാനമുണ്ടായി വരും. ദേഹേന്ദ്രിയ മനപ്രാണാദികളിൽ നിന്ന് ആഹന്ത വേറെന്നു നൂനമാത്മാവിദോ. സത്യമാനന്ദമേകം പരമം പരമദ്വയം നിത്യം നിരുപമം നിഷ്കളം നിർഗുണം. ഇത്തമറിയുമ്പോൾ മുഗ്ധനാം അപ്പോഴേ സത്യം മയാദിതം സത്യം മയോദിതം. യാതൊരുത്തൻ വിചാരിക്കുന്നത് ഇങ്ങനെ ചേതസി സംസാര ദുഃഖം അവനില്ല. നീയം മയാ പ്രോക്തമോർദ്ധ വിശുദ്ധയായി മായാവിമോഹങ്ങളക മനോഹരെ കർമ്മബന്ധത്തിങ്കൽ നിന്നുടൻ വേർപെട്ട് നിർമ്മല ബ്രഹ്മണി തന്നെ ലയിക്കനെ. ചിത്തേ നിനക്ക് കഴിഞ്ഞ ജന്മത്തിങ്കൽ എത്രയും ഭക്തിയുണ്ടെങ്കിൽ അതുകൊണ്ടു രൂപവുമേവം നിനക്ക് കാട്ടിത്തന്നു. താപമിനി കളഞ്ഞാലും അശേഷം നീ മദ്രൂപം ഈ ദൃശ്യം ധ്യാനിച്ചു കൊള്ളുകയും
മധ്വജനത്തെ വിചാരിച്ചു കൊള്ളുകയും ചെയ്താൽ നിനക്ക് മോക്ഷം വരും നിർണയം കൈതവമല്ല പറഞ്ഞത് കേവലം. ശ്രീരാമവാക്യമാനന്ദേന കേട്ടൊരു താരയും വിസ്മയം കൊണ്ട് വളങ്ങിനാൾ. മോഹമാകുന്നു തെളിഞ്ഞത് ചിത്തവും ദേഹാഭിമാന ബുദ്ധിയോ. ദേഹാഭിമാന ദുഃഖവും പോക്കിനാൾ ആത്മാനുഭൂതി കൊണ്ടാൽ സന്തുഷ്ടയായി ആത്മബോധേന ജീവൻ മുക്തയായി നാൾ. മോക്ഷപ്രദനായ രാഘവൻ തന്നോട് കാട്ടണം സംഗമ മാത്രേണ താരയും ഭക്തി മുഴുത്തിട്ട് അനാദിബന്ധം തീർന്ന് മുഗ്ധയായാൾ ഒരു നാരി എന്നാകിലും. വ്യഗ്രമെല്ലാം അകലെ പോയി കളഞ്ഞത് സുഗ്രീവനും ഇവ കേട്ടോരനന്തരം അജ്ഞാനമെല്ലാം അകന്ന് സൗഖ്യം പൂണ്ട് വിജ്ഞാനമോടതി സ്വസ്ഥനായാൻ തുലോ. ഹരേ രാമ 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 ഹരേ 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 കൃഷ്ണ 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 ഹരേ ഹരേ. ശ്രീരാമ രാമ രാമ ശ്രീരാമചന്ദ്രാജയ ശ്രീരാമ രാമ രാമ ശ്രീരാമഭദ്രാജയ ശ്രീരാമ രാമ രാമ സീതാഭിരാമ രാമ ശ്രീരാമ രാമ രാമ മമ ഹൃദി രമതാം രാമ രാമം. ശ്രീരാഘവാത്മാ രാമ ശ്രീരാമ രമാപദേ ശ്രീരാമ രമണീയ വിഗ്രഹ നമസ്തുതേ. നാരായണായ നമോ നാരായണായ നമോ നാരായണായ നമോ നാരായണായ